ഈ ചെറിയുള്ളി വന്നതേ അങ്ങനെ വെറുതെ പോവാനല്ലെന്നേ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 6-7 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ച മീനിലേക്ക് അരച്ചു വെച്ച മസാലയും ചേർത്ത് കൊടുത്ത് കൈ വെച്ച് മീനിലേക്ക് ഈ മസാല നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും ഇവനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ശേഷം ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും ഇട്ട് കൊടുത്ത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് പൊരിച്ചു കോരി മാറ്റാം. ഇനി മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ബാക്കി വന്ന മസാലയിലേക്ക് കുറച്ച് ചിരവിയ തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി ഇതുപോലെ മസാലയിലേക്ക് ഈ തേങ്ങ നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി പൊരിച്ചെടുക്കാം. ഡ്രൈ ആക്കി വറുത്തെടുത്ത തേങ്ങ ഇതുപോലെ നമ്മൾ പൊരിച്ചു വെച്ച മീനിന് മുകളിലായി ഇട്ട് കൊടുത്ത് മസാലയിൽ വറുത്ത് വെച്ച തേങ്ങയുടെ കൂടെ പൊരിച്ചു വെച്ച മീനിൽ നിന്ന് കുറച്ച് നുള്ളിയെടുത്ത് കഴിച്ചാലുണ്ടല്ലോ വായിൽ കപ്പലോടും. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.